ഓക്കെ ഗൈസ്, പിന്നെ നമ്മൾ മൈൻക്രാഫ്റ്റായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് എന്തായാലും നമ്മൾ കേവിലോട്ട് ഇറങ്ങിയിരിക്കുക. എൻ്റെ വാശിയാണ്. നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉള്ള കല്ല് കൊത്താൻ പോകുന്നു. പിന്നെ കല്ലെടുക്കാൻ പോകുന്നു. പിന്നെ കല്ലെടുത്തിട്ട് കുറച്ച് സ്റ്റോൺ സ്വാഡൊക്കെ ഉണ്ടാക്കി നമ്മുടെ ടൂൾസൊക്കെ ഉണ്ടാക്കി ഇറങ്ങുന്നു. അയണൊക്കെ കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വരുന്നു. പറ്റുവാണെങ്കിൽ ഇന്നൊരു വീട് വീട് നമുക്ക് അടുത്ത പാർട്ടി പണിയാം. ഓക്കെ, ഞാൻ ലാഗ് അടുപ്പിക്കുന്നില്ല. കഴിഞ്ഞ പാട്ട് കാണാത്തവർ അതും കൂടി പോയി കാണുക കേട്ടോ. കുറച്ച് സൗണ്ട് വെച്ചാൽ മ്യൂസിക്. ഇതെന്താ വരാത്ത? വന്നു. ഓ ദാ ചേച്ചി പിന്നെ നീ കോയ അടി നടത്താണ്ട് വരും അമ്മമാരുടെ അടുത്ത്. ഓക്കെ, വീഡിയോ എടുക്കുന്നു. ഫസ്റ്റ് പേഴ്സൺ ആക്കുന്നു. ക്ലിക്ക്. ഞാൻ കറക്റ്റായിട്ടല്ലേ ഗൈസ് ക്ലിക്ക് ചെയ്യുന്നത്? ഇതല്ലേ അതെ, ഞാൻ കറക്റ്റായിട്ട്. ഇന്ന് കുറേ ക്ലിക്കിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. നമ്മുടെ കയ്യിൽ സാധനങ്ങൾ. ഒരു പ്രശ്നം കൊണ്ട് എൻ്റെ ആക്സിൻ്റെ ഡ്യൂറബിലിറ്റി നമുക്ക് കുറച്ച്. ഇനി ഞങ്ങൾക്ക് ഈ തടി കൊത്തിയിട്ടേ, ഇനി കുറച്ച് തടിയും വെട്ടിയിട്ട് നമുക്കിതാ ഇവിടെ നിന്നല്ലേ നമ്മൾ നേരത്തെ വീണത്. ഇനി നമുക്കതൊന്നുകൂടി എല്ലാവരും ലൈക്ക് അടിച്ചാലേ എനിക്ക് അവിടെ എത്താൻ പറ്റൂ. ഓക്കെ ഗൈസ്, ഞാൻ വരുന്നു. നിങ്ങൾ ലൈക്ക് അടിക്കാത്തതുകൊണ്ട് തന്നെ ഗൈസ് ഞാൻ എത്താത്തത്. ഓക്കെ, ഹെൽത്തില്ല എനിക്ക്. ഒന്നുകൂടി നമുക്ക് ചാവേണ്ടി. നമ്മൾ നേരത്തെ ചത്ത പോലെ തന്നെ നമുക്ക് ഇന്നും സെറ്റ് എന്തുവാ. ഓക്കെ, ഞാൻ എന്താ വരുന്നു. എന്തുവാ, നമുക്ക് ഓടി വന്ന് ചാടിയാലേ. ഒക്കെ അറിയില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. എനിക്കെൻ്റെ വീട്ടിൽ പോവാൻ സമയമായി. എൻ്റെ വീട് തൊട്ടടുത്തുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇതല്ല എൻ്റെ വീട്. എൻ്റെ വീട് ഓർറാ. അതാണ് ഇതാണ് എൻ്റെ വീട്. പെട്ടെന്ന് ഇതാണ് എൻ്റെ വീട്. അല്ല, ഇതാണ് എൻ്റെ വീട്. സൂര്യൻ തോന്നുന്നു. ഓക്കെ, നമുക്കിനി കിടന്ന് വാങ്ങാം. സ്ലീപ്പിംഗ് ത്രൂ ദി നൈറ്റ്. ഓക്കെ, രാവിലെ നമ്മൾ കഴിഞ്ഞ വാട്ടിൽ ഒരു സ്ഥലത്ത് വീണ് ചത്തി. അവിടെ തന്നെ നമുക്ക് വീണിച്ചാവും. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്തുവാ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ചാവാം. മറ്റേ ടവ അവിടെ ഒരു സാധനം അത് കാണില്ല. ഓക്കെ, സ്ഥലം കണ്ടുപിടിച്ചു ഞാൻ. ഇവിടെ ഇല്ല. ഓക്കെ, വെള്ളം ഒഴുകുന്നുണ്ട്.
ഓക്കെ, നമ്മുടെ വെള്ളം വെള്ളം തൊടു കണ്ട വെള്ളം. നമുക്ക് നീന്ത് 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 നീന്ത്. ഞാൻ ഒഴുക്കിൽ പെട്ടു പോവുകയാണ്. ഓക്കെ, ഞങ്ങൾക്ക് മുകളിലോട്ട് ഇതിങ്ങനെ പോവാം. ചത്തു. ഓക്കെ, യു ഡൈഡ് ഗൈസ് ഫ്രം ഹൈ പ്ലേസ്. ഓക്കെ, ഞാൻ എൻ്റെ വീട്ടിലെത്തി. നമുക്ക് അടുത്ത എപ്പിസോഡിലൊരു വീട് പണിയാം. നമുക്ക് ഓടിപ്പോവാം. ഓക്കേ, ഇതിൽ കൂടെ നമുക്ക് ഇതെല്ലാം എടുക്കാം. നമ്മുടെ ഐറ്റംസ് എല്ലാം എടുക്കാം. ഗുഹ നമുക്ക് ഈ ഗുഹയ്ക്കകത്താവുന്നല്ലേ. എന്താ കിട്ടിയേ? ബെഡ്. കഴിഞ്ഞ വട്ടം ചത്തപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. എൻ്റെ ഇതെല്ലാം ഇതിൻ്റെ പിക്കാക്സ് ഇവിടെ. നമ്മളെന്തായാലും ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വുഡ് മൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതിന് മാക്സിമം പറ്റുന്ന നേരം നമ്മൾ മൈൻ ചെയ്യാൻ പോവാണ്. കുറേ കുഞ്ഞൻ ഓടുന്നുണ്ട് അവിടെ കൊണ്ട്. ഓക്കെ, എനിക്കൊരു അത്യാവശ്യം പ്ലാങ്ക്സ് കിട്ടുമെന്നാണ് തോന്നുന്നത്. കാരണം സ്റ്റോണല്ലേ, സ്റ്റോണ് അധികം നേരം കുറച്ച് കഴിഞ്ഞാൽ പൊട്ടും. പൊട്ടുന്നില്ല, പൊട്ടിയില്ലേ? നമുക്ക് ഈ ഇലയൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിരിക്കാം. അപ്പോഴത്തേക്കും പൊട്ടും. ഇങ്ങനെയൊക്കെ പൊട്ടിക്കാം. ഡേർട്ടൊക്കെ നമുക്ക് ആവശ്യം വരും കേട്ടോ. അത് പൊട്ടി, സാധനം പൊട്ടിയിട്ടുണ്ട്. നമ്മുടെ ഐറ്റം പ്രധാനം 33 തടിയാ. ഓ 33 തടി. സീൻ തന്നെ. എൻ്റെ ആക്സ് പൊട്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ 46 കോബിൾ സ്റ്റോണും ഉണ്ട്. നമുക്കിനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ ടവറിലോട്ട് പോട്ടെ. എൻ്റെ ടവർ ഞാൻ എൻ്റെ ടവറിൽ ഇതായിരിക്കുന്നു. മൈ ടവർ. ഇത് മറ്റേ ഇത് എന്തിൻ്റെ വീടാ? ഈ ചെസ്റ്റിനകത്ത് വല്ലതും കിട്ടാൻ നോക്കാം. ഒരു ലെഗിൻസ്, ഒരു ബൂട്ടും കിട്ടി. കാര്യമില്ല. നമ്മുടെ ഇതിലോട്ട് പോയിട്ട് ഞാൻ എന്താ ചെയ്യാം, നമുക്ക് മോളിക്ക് നമുക്കുള്ള ബ്ലോക്ക് എല്ലാം എടുത്ത് നമുക്ക് മുകളിക്കാം. നമുക്ക് അവിടെയാണ് എത്തേണ്ടത്. പിന്നെ എന്താ ഇവിടെ നിന്ന് പിന്നെ എന്താ ചാടി ഇതേപോലെ പില്ലവായത് ഒരു തൂണുണ്ടാക്കി മുകളിലോട്ടെത്തും. എൻ്റെ പ്ലാൻ കണ്ടെല്ലാവരും നെട്ടിയിരിക്കുകയാണെന്ന് അറിയാം. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു പ്ലാങ്ക്സ് ഉണ്ടാക്കും. നമ്മളിങ്ങനെ ഇടവിട്ട് ഓക്കെ. ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്ക്
സ്റ്റിക്ക് ഉണ്ടാക്കാം. ഓക്കെ, പിന്നെ സ്റ്റിക്കും കൂടി ഒരു അര സ്റ്റാക്ക് ഇട്ടേക്കാം. ഇനി നമുക്ക് സ്വാഡ് നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്കൊരു ആക്സും പിക്കാക്സും ഒരു ശവലും കൂടി നമുക്ക് ഉണ്ടാക്കിയേക്കാം, ആവശ്യം വരും. ഇതാ നമ്മുടെ പിന്നെ നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കാം. നമ്മളിപ്പം നമുക്ക് 4 ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കൊരു 2 ചെസ്റ്റ് ഉണ്ടാക്കിയേക്കാം. ഞാൻ 2 ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചെസ്റ്റ് ഡോയ എടുത്ത് ഇനി നമുക്ക് നമ്മുടെ പുതിയ പിക്കാക്സ് എടുത്ത് നമുക്ക് ഇതെല്ലാം അങ്ങ് പൊട്ടിച്ചളാം. ഈ കോബിൾ സ്റ്റോൺ പൊട്ടിച്ചിട്ട് നമ്മുടെ ചെസ്റ്റ് പൊട്ടിക്കാൻ പാടാണ്. മിക്കവാറും താഴെ പോകാൻ ചാൻസ് ഉണ്ട്. താഴെപ്പോയില്ല, രക്ഷപ്പെട്ടു. നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. ഇനി നമ്മുടെ ചെസ്റ്റ് എടുക്കുക. അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ചെസ്റ്റ് ഇവിടെ, ഒന്ന് ഇവിടെ. അതപ്പോൾ ഒരു ഡബിൾ ചെസ്റ്റ്, എന്നിട്ട് ലാർജ് ചെസ്റ്റ് വേണ്ട. ലാർജ് ചെസ്റ്റ് ഇതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഐറ്റംസൊക്കെ ചേർക്കാം. ഡർട്ടൊക്കെ ആവശ്യം വരും നമുക്ക്, പിന്നെ പ്ലാങ്ക്സ് ആവശ്യം വരില്ല. ഇതൊക്കെ ഇതിനകത്തിരുന്നു. നമ്മൾ ഒരു ആമവും ഇല്ലാതെയാണ് പോകുന്നത്. ആക്സ് ആവശ്യം വരും, ശവലും ആവശ്യം വരും, സ്ട്രിങ് ആവശ്യമില്ല, ആവശ്യമില്ല, ചിക്കൻ ആവശ്യമില്ല, ബെഡ് ആവശ്യമില്ല. ഇതൊന്നും വേണ്ട. ഇത് കൊണ്ടുപോകുന്നു. സാപ്ലിങ്ങിൻ്റെ ആവശ്യമില്ല, ഹെബിൻ്റെ ആവശ്യമില്ല, ഊളിൻ്റെ ആവശ്യമില്ല, സാപ്ലിങ്ങിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതെല്ലാം കൊണ്ട് നമുക്ക് ഇതൊക്കെ വെച്ച് നമ്മൾ ഇന്നൊരു കലക്കും. ഓക്കെ, നമുക്ക് താഴോട്ട് ഇറങ്ങാൻ ഉണ്ടാക്കി വെച്ചത് കോഴിയും പോകുന്നു നമുക്ക് സൈഡിൽ. ഇന്നൊക്കെ ഞാൻ മൽഫാമം ചെയ്യാൻ പോകണം. പിന്നെ നമ്മുടെ ഒക്കെ ഹെൽത്ത് ഇങ്ങനെ നമ്മളിങ്ങ് പോരും. നമുക്ക് കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒന്നുമില്ല കിട്ടുമോ? അയ്യോ, കോഴിക്കുഞ്ഞിനെ ആവശ്യമില്ലായിരുന്നു പാവം. നമുക്ക് ഇപ്പോൾ നമുക്ക് ബെഡിൻ്റെ ആവശ്യം വരും. കാരണം നമുക്ക് രാത്രി ആയിക്കഴിഞ്ഞാൽ രാവിലെ ആക്കാൻ ബെഡ് വേണം. നമുക്കിപ്പോൾ ഉള്ള ഈ ചിക്കൻ അങ്ങ് കഴിച്ച് പോയിസൺ പിടിച്ചെനിക്ക്. ചിക്കൻ കഴിച്ചാൽ പോയിസൺ പിടിക്കും. ഇതിലെ ചിക്കൻ കഴിച്ചാലും പോയിസൺ പിടിക്കാം. എനിക്ക് ഹങ്കർ, വിശപ്പ് തീരായി. നമുക്ക് പ്രോട്ടീനുണ്ട്. രാത്രിയാവായി. ബെഡ് ഇവിടെ കയ്യിൽ ബെഡ് എടുത്ത് വെച്ചേക്കാം. കയ്യിലിട്ട് തൂവൽ കിട്ടി, തൂവൽ കളഞ്ഞേക്കാം. ബെഡ് ഇവിടെ വെച്ചേക്കാം, കടന്ന് വാങ്ങിയേക്കാം. ബെഡ് ഈസ് ടു സാവാൻ ചോദിക്കും. ഞാൻ അങ്ങനെയാണ്. ഓക്കെ, രാത്രിയായി. കിടന്ന് വാങ്ങാം. ഓക്കെ, ഇനി നമുക്ക് ഇത് പൊട്ടിക്കാം. എന്നിട്ട് പിക്കാക്സ് എടുക്കാം. നമുക്കിനി നമ്മുടെ പരിപാടി തുടങ്ങാം ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് പോകാം. എന്നിട്ട്
എന്തായിരുന്നു സംഭവിച്ചത്? നമ്മളെ ടോർച്ചില്ല പറയാൻ പോലെ. നമുക്ക് ടോർച്ച് എനിക്കൊരു ഐഡിയ ഉണ്ട്. നമ്മളിതാ കോള് കണ്ടുപിടിക്കാൻ പോകുമ്പോൾ തന്നെ നമുക്ക് കോള് കിട്ടും. ഇല്ല നമ്മുടെ നമ്മൾ കല്ല് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഡോണ്ട് പാനിക്. നമ്മൾ ചാവൊന്നും ഒരിക്കലും പാനിക്കാവാൻ പാടില്ല. ഇത് പൊട്ടിക്കുക, ഇത് മുകളിലോട്ട് ചെയ്യുക. ഇവിടെ ഡേഞ്ചറാണ്, നമുക്കതുകൊണ്ട് മുകളിൽ ചെയ്യണം. ഓക്കെ, നമുക്കിനി അവിടെ കോളിരിക്കുന്നു. കോൾ നമുക്ക് കോൾ എടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ കാണുന്ന സകല ലൈറ്റ് കൊടുക്കണം. ഓക്കെ, നമ്മുടെ കയ്യിലിപ്പം 4 ടോർച്ച് ഉണ്ട്. 4 ടോർച്ച് കിടന്നോട്ടെ. ഇനി നമുക്ക് ഇവിടെ കൂടെ ഒരു ദ്വാരം ഉണ്ടാക്കി അങ്ങോട്ട് പോയാലോ. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ആകെയുള്ള ടോർച്ചാണ് ഈ ടോർച്ചും കൊണ്ട് നമുക്ക് പോവാം. നമുക്കിടയിൽ ഇപ്പോൾ ഫുഡില്ല, ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. കോൾ ഒരു കോള് കണ്ടേ, അവിടെ പിന്നെ കോളിൻ്റെ മേളമായിരിക്കും. നമ്മൾ ഒരു കോളല്ലേ എന്നും അവൻ്റെ അടിയിലോട്ട് കുറേ കാണും. ഇപ്പം നമുക്ക് ഇരുട്ടായി തോന്നിയോണ്ട് നമ്മൾ ഇങ്ങനെ ടോർച്ച് കുത്തി വയ്ക്കും. എന്നിട്ട് നമ്മൾ ഈ കോളൊക്കെ ഒന്ന് എടുക്കും. ഇവിടെ കോയ കോളുണ്ടല്ല. ഇനി അപ്പത്തൊട്ടില്ല. എത്ര കോൾ കിട്ടി? ടോട്ടല് 20 കോളാണ്. തിരിച്ച് നമുക്ക് കോയ ടോർച്ച് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് ടോർച്ച് ഉണ്ടാക്കിക്കൊണ്ട് വരാം. Let's go to our house. വീഡിയോ ലോങ് ആയി. നമുക്കെന്തായാലും ഈ പാർട്ടി ഇതുണ്ടാക്കാൻ പറ്റും. നമ്മൾ കേവി ഇറങ്ങി, പക്ഷേ കേവി ഇറങ്ങിയെന്നുള്ളത് സത്യമാണ്. ബട്ട് ഒന്നും കിട്ടിയില്ല. ആകെ കുറച്ച് കോള് കിട്ടി. അയ്യോ, ഞാൻ ജസ്റ്റൊക്കെ മൂളി വെച്ചല്ലേ. നന്നായി ജസ്റ്റൊക്കെ ഞാൻ മുകളിലായിരുന്നു. ഇവിടെ കോഴിയുണ്ട്, കോഴിനെ മീൻഡാക്കുന്നത്. അയ്യോ, ഓക്കെ, ഇത് തുറന്ന് നമ്മുടെ സ്റ്റിക്കും കയ്യിലെടുത്ത് ഇതെടുത്ത് എൺപത് ടോർച്ച് ഇമ്പോസിബിൾ. നമുക്കൊരു സ്റ്റാക്ക് കിത്തായൊക്കെ ധാരാളം ടോർച്ച്.
ഹായ് മട്ടൻ മട്ടൻ വേണ്ട. പിന്നെ എന്താ ടോർച്ച് ഉണ്ടോ? നമുക്ക് ഇങ്ങോട്ട് പോയാലോ? ഇവിടെ ഒരു നല്ല സ്ഥലമാണ്. സൗണ്ട് വാച്ച്. ഓക്കെ, നോക്കത്താ ഇവിടെ വെള്ളമാണല്ലേ. ഇവിടെ കോപ്പ ഉണ്ട്. ഈ കോപ്പ കുറച്ചൊന്ന് എടുത്തേക്കാം. കോപ്പ കൊണ്ട് പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നില്ലേ, ഉണ്ട്. അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. കോൾ എനിക്ക് വേണ്ട. കോപ്പ വെച്ചാൽ ഒരെണ്ണത്തേക്ക് കിട്ടുന്നു. ഇവിടെ വല്ല വഴിയുണ്ടോ? ഇവിടെ ഒരു ഡാഷുണ്ട്. ഓ, ചീത്ത സ്ഥലമായിരിക്കും. നമുക്ക് ഇതിൽ കൂടി ഇങ്ങനെ കുടിച്ചു പോവാം. ഇതിപ്പോൾ രാത്രിയായതാണ്, അതോ ഇരുട്ടായാണ് തോന്നുകയാണ്. ചാർജില്ല, പോയി. ഇപ്പം തന്നെ കുറേ ലോങ് ആയി വീഡിയോ. നമുക്കിങ്ങനെ കുടിച്ചു പോവാം. എവിടെ ചെന്ന് എത്തിപ്പെടുമെന്ന്. ഈ ഗെയിം ഉണ്ടാക്കിയ ഡെവലപ്പറിനും തമ്പുരാനും മാത്രമായി എനിക്ക് വന്നിട്ട്. ഇപ്പം എവിടെ ചെന്നെത്തും എങ്ങനെ ഉണ്ട്. നമ്മുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഒരയണെങ്കിലും കണ്ടുപിടിക്കുക. ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ കൊണ്ടുവന്നില്ലല്ലോ. നമ്മുടെ കയ്യിലിപ്പം ഐഡിയ ഉണ്ട്. നമുക്കൊരു പിക്കാക്സും കൂടി നമുക്കെടുത്ത് വെച്ചേക്കാം. പിന്നെന്താ, പ്ലാങ്ക് ഉണ്ടാക്കി, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി, ഇവിടെ അത് വെച്ച് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കി, പിന്നെ ഇതും ഉണ്ടാക്കി. ഇതും പൊട്ടിച്ചെടുത്തിട്ട് നമുക്കിനി പിന്നെ മുന്നിലോട്ട് പോവാം. ഗ്രാവല് അത് പൊട്ടി. നമ്മുടെ പുതിയ പിക്കാക്സ്. നമ്മുടെ ഗോളെന്ന് വെച്ചാൽ ഒരയണെങ്കിലും കാണിക്കുക. അപ്പം നമ്മൾ എന്തിനാ ഇങ്ങോട്ട് പോകണം? നമുക്ക് താഴോട്ടല്ലേ പോകേണ്ടത് അയണിന് വേണ്ടി. അല്ല, കേവിലും ചെന്ന് പെട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. വില്ലേജേഴ്സ് എന്നെ ബിസി ചെയ്യുമോ എന്തോ. ക്രിയേറ്റീവ് ഉണ്ടോ? ഇല്ല, സാധനം എവിടെ? പെട്ടെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ ഓഹോ ഞാനൊരു നരൻ. ഇതൊരു കേവല്ലേ ഇത്? ഒരു കേവ് ഉണ്ട്. ചാൻസ് വളരെ വളരെ കൂടുതൽ. ബിക്കോസ് ഈ സാധനമൊക്കെ കാണുന്നത് ഇത് മറ്റേ പുതിയ ഐറ്റം അല്ലേ? എൻ്റെ പേരെന്താ? കിനാബ ഡയോലൈറ്റ് സൾഫോ ഒക്കെ ഇതിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഞാൻ ഇത് ഏത് ജില്ലയിൽ എത്തിപ്പെട്ടേക്കുന്ന എനിക്ക് പോലും അറിഞ്ഞൂടാ. ഇവിടെ ഒരു കേവ് ഉണ്ടാകാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. സൗണ്ട് കേട്ടോ, ഷവല് വെച്ച് കുഴിക്കുക. സത്യത്തിൽ ഇത് കേക്ക്സ് വെച്ച് മാത്രമേ കുഴിക്കാൻ പറ്റൂ.
പുതിയ സാധനം. എനിക്കിപ്പോൾ കുറേ സാധനം കിട്ടുന്നു. എന്തിനാണെന്നാവും. ഇപ്പം മറ്റേ സ്റ്റോണൊന്നും കാണുന്നില്ല. ഞാൻ ഇപ്പം എവിടെ എത്തി, എങ്ങനെ ഇത് എവിടെ എത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം എവിടെ എത്തി, എങ്ങനെ എത്തി, നമുക്ക് സെറ്റിങ്സ് എടുത്തിട്ട് നോക്കാം. കാരണം ഈ ഗെയിമിൽ അടിയിലോട്ട് പോകുമ്പം ഷോ കോർഡിനേറ്റ്സ് ഇതൊന്നും ഓണാക്കാൻ പറ്റൂല. അതോ എൻ്റെ ഗതി, അതോ ഗതി. അപ്പോൾ നമുക്ക് ഇതിവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചാലാ, എന്തോന്നാവുമെന്ന് അറിഞ്ഞൂടാ. അപ്പം നമ്മുടെ ഗോള് കേവിലോട്ടാണ്. പക്ഷെ അയൺ കണ്ടുപിടിക്കുക എന്നുള്ള ഗോള് പറ്റിയില്ല. അതുകൊണ്ട് വീഡിയോ അത്യാവശ്യം ലോങ്ങായി. പിന്നെ സാധനത്തിൽ ചാർജില്ല. ഇവിടെ എനിക്ക് എന്തോ ചെയ്യണമെന്ന് പറഞ്ഞൂടാ. ഇത് ഞെക്കിയിട്ടും ബാക്ക് ആവുന്നില്ല. അപ്പം ബൈ ബൈ. എന്താവോ എന്തോ. Bye.